ഗാനരചയിതാവും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ രാപ്പാൾ സുകുമാരമേനോൻ. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം അക്ഷരതീർത്ഥം എന്ന് പറയുന്ന പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങും അതോടൊപ്പം അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു സംഗീത സന്ധ്യയും കൂടിയുള്ള പ്രോഗ്രാമാണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ആഗസ്റ്റ് 8 വൈകിട്ട് ആഗസ്റ്റ് 9 വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ തൃശ്ശൂരിലെ റീജിയണൽ തിയേറ്റർ, അതായത് സംഗീത നാടക അക്കാദമിയുടെ മെയിൻ ഓഡിറ്റോറിയം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയിക്കാനുള്ള സമ്മേളനമാണ്. അതിൽ പ്രമുഖ വ്യക്തികൾ ശ്രീ ഔസേപ്പച്ചൻ, വിദ്യാധരൻ മാഷ്, മുൻമന്ത്രി ശ്രീ സി രവീന്ദ്രനാഥ് MLA, ശ്രീ ജയരാജ് വാര്യർ, ശ്രീ നടേശ് ശങ്കർ, അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗാന സന്ധ്യയിൽ പഴയ ഗായിക ലതിക, അതുപോലെ പുതിയ തലമുറ ഗായകരായ ശ്രീ സുദീപ് കുമാർ, റീന മുരളി, ഇന്ദുലേഖ വാര്യർ, അവരൊക്കെയാണ് പാടുന്നത്. അങ്ങനെ ഈ 2 പരിപാടികളാണ്. പുസ്തകത്തിൻ്റെ പ്രകാശനം, അതോടൊപ്പം തന്നെ അതിന് ശേഷം ഗാന സന്ധ്യ. പരിപാടിയുടെ ടൈറ്റിൽ സ്വര മന്ദാകിനി എന്നാണ്. അതിൻ്റെ കുറിപ്പുകളും നോട്ടീസും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞങ്ങൾ പങ്കെടുക്കുന്നവർ ശ്രീ രാപ്പാൾ സുകുമാരമേനോൻ്റെ മകൻ കൂടിയാണ് ശ്രീ ഹരികൃഷ്ണൻ സാർ, പിന്നെ ശ്രീ വിനോദ് കുമാർ, ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ശ്രീ കൊടകര ഉണ്ണി. 4 പേരാണ് പങ്കെടുക്കുന്നത്. ജയരാജ് പേരും കൂടി വരേണ്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത സൗകര്യമുള്ളതുകൊണ്ട് കിട്ടിയിട്ടില്ല. അത് കവിതാ ഗാന സമാഹാരമാണ്. അച്ഛൻ 65 വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പലതരത്തിലുള്ള കവിതകളുണ്ട്, പിന്നെ ശ്ലോകങ്ങളുണ്ട്, വൃത്തനിബന്ധം ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ശ്ലോകങ്ങൾ, പിന്നെ കുറേ അധികം പാട്ടുകൾ, 500-ലധികം പാട്ടുകളും 1000-ലധികം ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ മെയിൻലി നമ്മളൊരു 100ഓളം പാട്ടുകൾ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു രൂപം പുസ്തകത്തിൻ്റെ. പ്രകാശനം ചെയ്യുന്നത് എന്താ പറയുക, രവീന്ദ്രനാഥ് മാഷുണ്ട്, പിന്നെ ഔസേപ്പച്ചനുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൈമാറാന്നാണ് വിചാരിക്കുന്നത്. രവീന്ദ്രനാഥ് മാഷ്, ഔസേപ്പച്ചനാണ് പ്രകാശനം ചെയ്യുന്നത്. ഔസേപ്പച്ചൻ ഈ ബാക്കിയുള്ള മുഖ്യാതിഥികൾക്ക് കൈമാറിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പാട്ടിന്റെ ആദ്യത്തെ വരിയാണ് സ്വരമന്ദാകിനി പറയുന്ന ടൈറ്റില്. പുഴയൊഴുകും വഴി എന്ന ചിത്രത്തില് ശ്രീ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത അച്ഛൻ്റെ വരികൾക്ക് ഈണം നൽകിയ ഒരു പാട്ടിന്റെ ടൈറ്റിൽ തന്നെയാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്, സ്വരമന്ദാകിനി. അത് യേശുദാസും വാണി ജയറാമാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പരിപാടിക്കുണ്ട്. ദൃശ്യമാധ്യമങ്ങളിൽ ആവശ്യമായ അല്ല, അച്ഛൻ്റെ 2ാമത്തെ പുസ്തകമാണത്.